കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്താൻ മുസ്ലിം ലീഗിൽ ആലോചന. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വിജയം ഉറപ്പിക്കാമെന്നാണ് ലീഗിന്റെ കണക്കുകൂട്ടൽ. പാർട്ടിയുമായി അകലം പാലിക്കുന്ന CPM നേതാവും മറ്റൊരാളുമാണ് പരിഗണനയിൽ. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. രാഷ്ട്രീയ വോട്ടുകൾ കൊണ്ട് UDFിന് അനുകൂല മണ്ഡലമാണ് തിരുവമ്പാടി. എന്നാൽ ക്രിസ്ത്യൻ വോട്ടുകളിലെ ചാഞ്ചാട്ടം മൂലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ ഇവിടെ പരാജയപ്പെട്ടിരുന്നു. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് മുസ്ലിം ലീഗിന്റെ നീക്കം. തിരുവമ്പാടി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന ചർച്ച UDFിലുണ്ടായിരുന്നു. എന്നാൽ സാമുദായിക സമവാക്യത്തിന്റെ പേരിൽ ലീഗിൽ നിന്ന് സീറ്റ് ഏറ്റെടുക്കുന്നത് ഗുണം ചെയ്യില്ലെന്നാണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ ധാരണ. ലീഗ് മത്സരിക്കുമ്പോൾ ക്രിസ്ത്യൻ വോട്ടുകളിലെ ചോർച്ച ഒഴിവാക്കാനാണ് ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള സ്വാതന്ത്ര്യം നിർത്താൻ ലീഗ് നേതൃത്വം ആലോചിക്കുന്നത്. നേതൃത്വവുമായി അകന്നു നിൽക്കുന്ന തിരുവമ്പാടിയിലെ CPM നേതാവാണ് പരിഗണിക്കപ്പെടുന്നവരിൽ ഒരാൾ. തിരുവമ്പാടിയിൽ നിന്ന് തന്നെയുള്ള ഒരു ഡോക്ടറുടെ പേരും ചർച്ചയിലുണ്ട്. അതേസമയം പാർട്ടി നേതാവായ ഒരാൾ തന്നെ മത്സരിച്ചാലും വിജയം നേടാനാകുമെന്ന ആത്മവിശ്വാസം മണ്ഡലത്തിലുള്ള നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. മുക്കം മുനിസിപ്പാലിറ്റിയും 6 പഞ്ചായത്തുകളും അടങ്ങുന്നതാണ് തിരുവമ്പാടി മണ്ഡലം. അതിൽ 5 പഞ്ചായത്തും ഭരിക്കുന്നത് UDF ആണ്. കാരശ്ശേരി പഞ്ചായത്തും മുക്കം മുനിസിപ്പാലിറ്റിയും മാത്രമാണ് LDF ഭരിക്കുന്നത്. വെൽഫെയർ പാർട്ടിയുമായി സഹകരണമില്ലാതെ മത്സരിച്ചതാണ് രണ്ടിടത്തും ഭരണനഷ്ടമായെന്ന വിലയിരുത്തലുമുണ്ട്. UDF അനുകൂല വോട്ടുകൾക്കൊപ്പം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി എന്ന ആനുകൂല്യം കൂടി ലഭിക്കുന്നതോടെ തിരുവമ്പാടിയിൽ വിജയം ഉറപ്പിക്കാമെന്നാണ് ലീഗിന്റെ കണക്കുകൂട്ടൽ. മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ വൺ, കോഴിക്കോട്.